ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അഭിയുടെയും ജാനകിയുടെയും വീട് സീരിയലിന്റെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പം ആരെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്യാൻ മറക്കരുത്. അപ്പം നേരെ നമുക്ക് നാളത്തെ ആ ഒരു കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ അഭിയും ജാനകിയും കൂടി ഇരുന്ന് ഭയങ്കര ഡിസ്കഷനിലാണ്. കാര്യം മറ്റൊന്നുമല്ല, അളകാപുരി തറവാട്ടിൽ ഇപ്പൊ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ അമൃതയും ശരണും തമ്മിലുള്ള ബന്ധം അത് ഇപ്പൊ ഡിവോഴ്സ് ആകും എന്നുള്ള അവസ്ഥയിലേക്ക് വന്ന് നിൽക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ജാനകിയുടെ തീരുമാനങ്ങൾ മുഴുവനും നമ്മുടെ അഭിയുടെ അടുത്ത് പറയാണ്. അഭിയേട്ടാ, നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ. ഇനിയും നമ്മൾ എന്തെങ്കിലും ഇടപെട്ടില്ലെങ്കിൽ കൈവിട്ട് പോകും കേട്ടോ. ദേ, അമൃതയെ എരിവ് കയറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അപർണ ഉള്ള കാര്യം അഭിയേട്ട മറന്നു പോവരുത്. അവളിപ്പം രണ്ടും കൽപ്പിച്ചാണ്. അല്ലെങ്കിൽ അവൾ ഈ കുടുംബത്തുള്ള ഒരാളോട് പോലും മിണ്ടാതെ നേരെ പോയി വക്കീലിനെ കാണുവോ? എന്നെ ശരൺ വിളിച്ചായിരുന്നു. അവന് നല്ല വിഷമമൊക്കെ ഉണ്ട്. നമ്മളല്ലേ അവരെ സഹായിക്കേണ്ടത്. നമ്മൾ ഒരു തീരുമാനം എടുക്കണം. ഇങ്ങനെ ആ ജാനകി പറയുന്ന സമയത്ത് അഭിയാണെങ്കിലോ, ജാനകി, നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അമൃത ഒരു കാരണം വെച്ചാലും കേൾക്കില്ല. അവളുടെ കണ്ണുകൊണ്ടാണല്ലോ ഹണി റോസും അതുപോലെ തന്നെ ശരണും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിച്ചത്. അതുകൊണ്ട് അവരുടെ അടുത്ത് നമ്മൾ എന്ത് പറഞ്ഞാലും അവൾ വിശ്വസിക്കില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും അഭിയേട്ടാന്ന് ചോദിച്ച് ജാനകി ഒരേ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. ആ സമയത്ത് ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് പോയി അവൾ താമസിക്കുന്ന അടുത്ത് പോയി അവളെ ഒന്ന് കണ്ടാലോ. അവളോട് സംസാരിച്ച് കഴിയുമ്പോൾ അവളും ശരണും തമ്മിലുള്ള ബന്ധം ഒരുപക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചാലോ. ഞാനും അന്വേഷിച്ച സമയത്ത് എനിക്ക് മനസ്സിലായത് ശരണാണ് ഹണി റോസിന് താമസിക്കാനുള്ള മുറിയൊക്കെ ഏർപ്പാടാക്കിയതെന്നാണ്. അങ്ങനെയാണ് അമൃത പറഞ്ഞത്. പിന്നെ ആ ഹോട്ടലിൽ പോയിട്ട് അഭിയേട്ടൻ നല്ലതുപോലെ ഒന്ന് അന്വേഷിക്കണം കേട്ടോ. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളാണ് നടക്കുന്നതെങ്കിൽ അവനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അമൃതയും ശരണും അവർ രണ്ടാവട്ടെ എന്നുള്ള തീരുമാനം ജാനകിയും എടുക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആയി നമ്മുടെ അഭി ആ ഹണി റോസ് താമസിക്കുന്ന ഹോട്ടൽ ലക്ഷ്യമാക്കി പോവുകയാണ്. അവിടെ ചെന്നതും റിസപ്ഷനിൽ ചെന്നിട്ട് പുള്ളിക്കാരൻ ഹണി റോസിന് ഏത് റൂമിലാണ് താമസിക്കുന്നതെന്നും അവർക്ക് വേണ്ടി ആരാണ് ഇവിടെ റൂം എടുത്തത് എന്നുള്ള കാര്യമൊക്കെ റിസപ്ഷനിൽ നിൽക്കുന്ന ആ ലേഡിയോട് അന്വേഷിക്കുക. അപ്പൊ പുള്ളിക്കാർ പറഞ്ഞു, സാറേ, ഇത് ശരൺ സാറാണ് ഈ റൂം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് സാറിന്റെ പെർമിഷൻ ഇല്ലാതെ ആ മേഡത്തെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ലല്ലോ. അത് സാരമില്ല, എനിക്ക് ഹണിയെ കണ്ടേ പറ്റുള്ളൂ എന്നും പറഞ്ഞിട്ട് നമ്മുടെ അഭി വാശി പിടിക്കുകയാണ്. അങ്ങനെ അവരിയ്ക്കുന്ന ആ ഒരു റൂമിലേക്ക് റിസപ്ഷൻകാര് അനുവാദം കൊടുക്കുകയാണ്. പിന്നീട് നമ്മുടെ അഭി നേരെ പോവാ ഹണിയെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഹണി റോസിന്റെ റൂമിലെത്തിയതും ഹണിയാണെങ്കിൽ ഈ അളകാപുര തറവാട്ടിലുള്ള ഒട്ടുമിക്ക ആൾക്കാരെയും പഠിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് വന്നത് അഭിയാണെന്നും അഭി അളകാപുരിയിലെ ഏറ്റവും മൂത്ത മകനാണ് എന്നുള്ള കാര്യവും അങ്ങനെ അഭിയുടെ അടുത്ത് അവള് പരിചയപ്പെടുകയാണ്. അഭി സാർ എന്തിനാ എന്നെ കാണാൻ വന്നതെന്ന് റോസ് ചോദിക്കുന്ന ആ ഒരു സമയത്ത് അഭിക്ക് മനസ്സിലായി, ഇവൾക്ക് തന്നെ കുറിച്ചും തന്റെ കുടുംബത്തെക്കുറിച്ചും ഒക്കെ നല്ലതുപോലെ അറിയാമല്ലോ. എന്തായാലും ഹണി തന്നെ പരിചയപ്പെടാനും അതുപോലെ തന്നെ തന്നോട് സംസാരിക്കാൻ പറ്റിയതും ഒക്കെ വലിയ കാര്യമായിട്ട് ഞാൻ കരുതുകയാണ്. പക്ഷേ ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് താൻ തന്നെയാണ്. എനിക്ക് അതിൻ്റെ ചില കാര്യങ്ങളും വാസ്തവവും അറിയണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നതെന്ന് അബി ഹണിറോസിന്റെ അടുത്ത് പറയുക. അപ്പൊ ഇത് കേൾക്കുന്ന സമയത്ത് എന്താ സാറിന് അറിയേണ്ടത്? സാറിന് എന്നോട് ചോദിക്കാം. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ സാറിന് പറഞ്ഞു തരാമെന്നും അവള് പറഞ്ഞു. പിന്നീട് താനും അതുപോലെ തന്നെ ശരണും തമ്മിൽ എന്താ ബന്ധമെന്ന് അഭി ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾ 4 വർഷമായിട്ട് ലിവിങ് ടുഗദർ ആണ് എന്നുള്ള ആ ഒരു സത്യം അത് അഭിക്ക് മുന്നിൽ തുറന്നു പറയാണ്. അവിടെ വെച്ചാണ് നമ്മുടെ അഭിക്ക് ആ രഹസ്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ശരൺ ഈ കുടുംബത്തിലുള്ളവരെയും അമൃതയും ഒക്കെ പച്ചയ്ക്ക് പറ്റിക്കുമായിരുന്നു എന്നുള്ള കാര്യം അഭിക്ക് മനസ്സിലാകുന്നത്. ഇത് മനസ്സിലാക്കിയ ശേഷം അഭിയാണെങ്കിലോ, അതെ, ഈ കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണോ അതോ താൻ എന്തിനെങ്കിലും വേണ്ടിയിട്ട് നുണ പറയുന്നതാണോ? സാറേ, ഞാൻ എന്തിനാ അങ്ങനെ ഒരു നുണവ് പറയുന്നത്? ഞാൻ അങ്ങനെയുള്ള ഒരാളൊന്നും അല്ല. അത്യാവശ്യം നല്ല രീതിയിൽ സാറൊന്ന് ബാംഗ്ലൂർ അന്വേഷിച്ച് നോക്ക്. ഈ ഹണി റോസ് ആരാണ് എന്നുള്ള കാര്യം സാറിന് മനസ്സിലാകും.
പിന്നെ ശരണിനെ ഞാൻ ഒരുപാട് സഹായിച്ചിട്ടൊക്കെ ഉണ്ട്. ശരൺ എന്നെ തിരിച്ചും സഹായിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് എന്തായാലും ശരണിന്റെ ജീവിതത്തിൽ നിന്നും ഞാനിനി ഇറങ്ങിപ്പോകില്ല എന്നുള്ളൊരു ഉറച്ച തീരുമാനമായിട്ടാണ്. സാറിന്റെ പെങ്ങളുടെ ജീവിതം വേണമെങ്കിൽ സേഫ് ആക്കിക്കോ എന്നുള്ളൊരു വാണിംഗ് കൂടി അഭിക്ക് കൊടുത്തിട്ട് അവൾ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ അഭി സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് നേരെ വീട്ടിലേക്ക് വരിക. അഭി വിളിച്ച് നമ്മുടെ ജാനകി കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ, ജാനകി ഞാനിപ്പോൾ വീടെത്താറായി, എല്ലാം ഞാൻ വന്നതിന് ശേഷം നിന്നോട് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് അവൻ ഫോൺ കട്ടാക്കുകയാണ്. ഈ സമയമാണെങ്കിലോ നമ്മുടെ അളകാപുരിയിലെ കല്യാണ വിശേഷങ്ങളൊക്കെ ചർച്ച ചെയ്ത് തമ്പിയും മകളും കൂടി ഗൂഢാലോചന നടത്തുകയാണ്. മറ്റൊന്നും അല്ല, തന്റെ ജീവിതം തകർത്ത് തരിപ്പണമാക്കിയവനാണല്ലോ അജയ്. അവൻ അവന്റെ കാമുകിയെ സ്വന്തമാക്കരുത്, അതിന്റെ ഒരു കലിപ്പിലാണ് അപർണ ഉള്ളത്. അപർണ ഈ കാര്യങ്ങൾ മുഴുവനും അച്ഛന്റെ അടുത്ത് സംസാരിക്കുക. അച്ഛാ, നമ്മുടെ കുടുംബത്തെ മുഴുവനും നാണം കെടുത്തിയ അയാള് ഒരു കാരണം വെച്ചാലും സമാധാനമായിട്ട് ജീവിക്കാനായിട്ട് നമ്മൾ അനുവദിക്കരുത്. അവന്റെ കല്യാണ ദിവസവും എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ മൂലം ഉണ്ടാകണ്ടേന്ന് ചോദിക്കുക അപർണ. മോളെ, നീ എന്താ എന്നെ കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? എന്റെ ആകെയുള്ളൊരു സന്തതിയാ നീ. ദേ, നിന്റെ കണ്ണീന്ന് അന്ന് വീണ ആ കണ്ണുനീര് അത് ഇപ്പോഴും ഈ അച്ഛന്റെ ചങ്ക് പൊള്ളിക്കുകയാണ്. എന്തായാലും ഈ അച്ഛൻ അതിനൊക്കെ കണക്ക് ചോദിച്ചിരിക്കും മോളെ. അങ്ങനെ അജയെയും കുടുംബത്തെയും സൂര്യനാരായണനെ ഒന്നും ഞാൻ സമാധാനമായിട്ട് ജീവിക്കാൻ വിടില്ല. ആ നിരഞ്ജനയും ഉണ്ണിത്താനും ഒക്കെ പഠിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് തമ്പി തന്റെ മനസ്സിലെ പ്രതികാര ബുദ്ധി കൂടുതലായിട്ട് നമ്മുടെ അപർണയ്ക്ക് ഇങ്ങനെ പകർന്നു കൊടുക്കുകയാണ്. അപർണയാണെങ്കിൽ അച്ഛനോടൊപ്പം കട്ടയ്ക്ക് നിൽക്കുക. അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിയുമ്പോൾ പിന്നീട് നമ്മളെ കാണിക്കുന്നത് അളകാപുരി തറവാട്ടിലെത്തിയ നമ്മുടെ അഭി നേരെ വന്നിട്ട് ജാനകിയോട് സംസാരിക്കുക. ജാനകി, കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ അല്ലടോ, നമ്മളെ ശരൺ ചതിക്കുമായിരുന്നു. ശരണും അതുപോലെ തന്നെ ആ ഹണി റോസും തമ്മിൽ നല്ല അടുത്ത ബന്ധമാണ് ഉള്ളത്. 4 വർഷമായിട്ട് അവർ ലിവിങ് ടുഗദർ ആയിരുന്നു എന്നുള്ള കാര്യമാണ് എനിക്ക് അറിയാൻ പറ്റിയത്. ശരൺ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വിശ്വസിച്ചിരുന്നത് അഭിയേട്ടാ. പക്ഷെ ശരൺ ഇങ്ങനെ നമ്മളെ ചതിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. അല്ല, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ആ ഹണി റോസിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതോ അവളൊരു ആൾമാറാട്ടക്കാരി എങ്ങാനും ആണോ എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ ജാനകി സംശയം പ്രകടിപ്പിക്കുമ്പോഴത്തേക്കിനും അഭി പറഞ്ഞു, അല്ലടോ, നമുക്ക് വിശ്വസിക്കാം. ഞാൻ ബാംഗ്ലൂരുള്ള എൻ്റെ ചില കണക്ഷൻസ് വെച്ചൊക്കെ ഞാൻ അന്വേഷിച്ച് നോക്കിയായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഹണി റോസും അതുപോലെ തന്നെ ശരണും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്നൊക്കെയാണ്. അങ്ങനെ ഇവർ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ അമലും അതുപോലെ തന്നെ അജയും ഒക്കെ വരികയാണ്. അപ്പം ഇവരൊക്കെ വരുമ്പോഴത്തേക്കിനും അമൃതയുടെയും അതുപോലെ തന്നെ ശരണിന്റെയും വിവാഹ ജീവിതം തകർന്ന കഥകളൊക്കെ ജാനകിയും അഭിയും കൂടി ഇവരോട് ധരിപ്പിക്കുകയാണ്. അല്ല, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാനായിട്ടാ? അവള് നേരെ പോയിട്ട് വക്കീലിനെ കണ്ട് ഇപ്പൊ ഡിവോഴ്സിന്റെ കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യല്ലേ. അതിനിടയ്ക്ക് ഇനി നമ്മൾ ചെന്നിട്ട് ഇത് വേണം, ആ ബന്ധം തകരരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവള് സമ്മതിക്കോ? പണ്ടേ അവള് വാശിക്കാരിയാണ്. ഇവരിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയം അങ്ങോട്ടേക്ക് നമ്മുടെ അമൃത വരികയാണ്. എന്താണ്, എൻ്റെ ഏട്ടന്മാര് കൂടി ഭയങ്കര ഗൂഢാലോചനയാണല്ലോ. നിങ്ങൾ എന്ത് കാര്യമോ ഇതിനും വേണ്ടി ആലോചിക്കുന്നത്? മോളെടി, ശരണിനെ നീ ഉപേക്ഷിക്കരുത് എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഇതിങ്ങനെ എടുത്തു ചാടി ചെയ്യേണ്ടുന്ന ഒരു കാര്യമൊന്നും അല്ല. ഒരാൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, അയാൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകുമ്പോൾ അതിന് തക്കതായിട്ടുള്ള കാരണങ്ങളൊക്കെ ഉണ്ടാവണം. അല്ലാതെ ചുമ്മാ കറിവേപ്പില എടുത്ത് കളയുന്നത് പോലെ ഒരു ജീവിതമാണ് മോളെ എന്നൊക്കെ പറഞ്ഞ് ഇവർ ഉപദേശിക്കുക. ഇതൊന്നും കേട്ടിട്ട് നമ്മുടെ അമൃത അടങ്ങുന്നില്ല. നിങ്ങളാരും കണ്ടില്ലല്ലോ, ഞാൻ എൻ്റെ കണ്ണിന് കണ്ടതാ അയാളുടെ അഴിഞ്ഞാട്ടം. എന്തായാലും അങ്ങനെ കണ്ട സ്ഥിതിക്ക് എനിക്ക് ഇനി ഒരു കാരണവശാലും അയാളുമായിട്ടൊരു ബന്ധത്തിലേക്ക് പോവാൻ സാധിക്കില്ല. ഇത് ഇവിടം കൊണ്ട് നിർത്തിക്കോണം. ഇനി ശരണിനെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാലുണ്ടല്ലോ, ഈ അമൃതയുടെ മറ്റൊരു മുഖം കാണുമെന്നൊക്കെ പറഞ്ഞ് അമൃത ഇവരെയൊക്കെ അങ്ങ് ദേഷ്യത്തോടു കൂടി സംസാരിച്ച് അവള് ദേഷ്യത്തോടു കൂടി റൂമിലേക്ക് കയറിപ്പോകുന്നത് കാണിച്ചുകൊണ്ടാണ് നാളത്തെ ആ ഒരു പ്രൊമോ അവസാനിക്കുന്നത്. അപ്പൊ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്തേക്കുക. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.